ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഗമോദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വളരെ സന്തോഷം കേട്ടോ, വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷങ്ങളാണ് കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ ആ ഒരു പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവസാന വാരത്തിലേക്ക് നമ്മുടെ സുഗമോദേവി നീങ്ങുമ്പോൾ നമ്മൾക്ക് പ്രേക്ഷകർക്ക് ആ ഒരു മനസ്സിനെ കുളിര് കോരിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയായിട്ട് നമ്മുടെ സംവിധായകൻ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം തോന്നി കേട്ടോ. നമ്മുടെ പ്രഭാവതി നമ്മുടെ ദേവിയെ ചേർത്ത് നിർത്തി പറയുന്നുണ്ട്, ഇനി മുതൽ നീ എനിക്ക് രജനിയെ പോലെ തന്നെ, നീ എന്നും എൻ്റെ മകള് തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവിയെ ആ ഒരു നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് കേട്ടോ. പിന്നീട് നമ്മുടെ ദേവി നന്ദനും നമ്മുടെ ദേവിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ അമ്മയുടെ അടുത്ത് ഈ ഒരു സന്തോഷ വാർത്തയ്ക്ക് പങ്കുവെക്കുന്നുണ്ട്. അപ്പൊ അവർക്കും സന്തോഷം. ഇത്രയും നാളും ആ ഒരു കണ്ണീർ തോരാതെയുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു. ഇനി അങ്ങോട്ടെങ്കിലും അവർക്ക് സന്തോഷം തന്നെ ആകട്ടെ, അല്ലെ? അപ്പൊ എല്ലാവർക്കും സന്തോഷം. അപ്പൊ നമ്മുടെ പ്രഭാവതി സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, നമുക്ക് പോയതെല്ലാം തിരിച്ചു പിടിക്കണം, സിദ്ധാർത്ഥന്റെ ഒരു MLA സ്ഥാനം, നമുക്ക് പോയ സമ്പത്ത് എല്ലാം തിരിച്ചു പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാട്ടോ. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്കാണ് കൂടുതൽ സന്തോഷം, അല്ലെ? അപ്പുറത്താണെങ്കിൽ നമ്മുടെ ബലരാമൻ നമ്മുടെ മുരളിയെ വിളിച്ചിട്ട് കാണണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗൗരി പറയുന്നുണ്ട്, മുരളിയേട്ടനെ ബലരാമൻ സാർ വിളിച്ചിട്ട് കാണണമെന്ന് പറയുന്നുണ്ട്. മുരളിയേട്ടൻ വേഗം ചെല്ലുക എന്ന് പറയുന്നുണ്ട്. ഇനി അവിടെ എന്തായിരിക്കും ഗുലുമാൽ എന്നൊരു പിടിയില്ല കേട്ടോ. കാരണം നമ്മുടെ ബലരാമൻ ഭയങ്കര സീരിയസ് ആയിട്ടായിരുന്നു നമ്മുടെ മുരളി ആ ഒരു കോളിന് ശേഷം മുരളിയും ആകെ ഭയന്ന് നിൽക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഇനി അവിടെ വല്ല ട്വിസ്റ്റും സംഭവിക്കുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി തന്നെ കാണാം. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.